ഹലോ ഓൾ, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കോ? ഇതിലെന്താ അത്ര പുതുമ? ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷിനും ഇമ്പോർട്ടൻസ് കൊടുക്കും, ബാങ്കിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. ആണോ? അത്ര മാത്രമേ ഉള്ളൂ? ക്യാഷിനും ബാങ്കിനും മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ? നോ. Here is an interesting fact about double column cash book. Double column cash book can be prepared in 3 ways. എല്ലാരാലും പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്ന രീതിയാണ് ഈ പറയുന്ന ക്യാഷും ബാക്കും. പക്ഷേ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഇനിയും 2 രീതിക്ക് ഉണ്ടാക്കാം. രണ്ടാമത്തെ രീതി എന്താണെന്ന് അറിയണ്ടേ? ഡബിൾ കോളം ക്യാഷ് ബുക്കില് ക്യാഷിനും ഇമ്പോർട്ടൻസ് കൊടുക്കാം, ഈവൻ ഡിസ്കൗണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഡെബിറ്റ് സൈഡ് ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് അലൗ, ക്രെഡിറ്റ് സൈഡ് ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പൊ മൂന്നാമത്തെ രീതിയോ? ഡെബിറ്റ് സൈഡ് ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട് അലൗ, ക്രെഡിറ്റ് സൈഡ് ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. രണ്ടാമത്തെ രീതി പറഞ്ഞതില് നമ്മൾ ക്യാഷിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഡിസ്കൗണ്ട് അലൗഡിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ക്യാഷിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഡിസ്കൗണ്ട് റിസീവ്ഡിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ബാങ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ കോൺട്രാ എൻട്രി ഇവിടെ വരില്ല. ഇനി മൂന്നാമത്തെ രീതിയിലോ? ബാങ്കിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഡിസ്കൗണ്ട് അലൗഡിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ബാങ്കിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഡിസ്കൗണ്ട് റിസീവ്ഡിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവിടെയും കോൺട്രാ എൻട്രി വരില്ല. ബട്ട് പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന രീതി ഏതാ? ദ ഫസ്റ്റ് മെത്തേഡ്, അതായത് ക്യാഷും ബാങ്കും. അവിടെ മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കുള്ളൂ? കോൺട്രാ എൻട്രി വരുള്ളൂ. ഇനി അല്ല, എനിക്ക് ഡിസ്കൗണ്ട് അലൗഡും ഉൾപ്പെടുത്തണം, ഡിസ്കൗണ്ട് റിസീവ്ഡും ഉൾപ്പെടുത്തണം, ക്യാഷും ഉൾപ്പെടുത്തണം, ബാങ്കും ഉൾപ്പെടുത്തണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗോ ഫോർ 3 കോളം ക്യാഷ് ബുക്ക്. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയണോ? പ്ലീസ് ജോയിൻ എൻട്രി എലിവേറ്റ്.